ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു ഭദ്രൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു യാത്രയായിട്ടാണ്. യാത്രയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞാൻ, ഗൗരി, ഉമ്മച്ചേച്ചി ഞങ്ങൾ 3 പേരുമായിരുന്നു ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് വാരണാസിയിലാണ്. വാരണാസി ഉത്തർപ്രദേശിലാണ്. സോ അവിടെ വരെ ഞങ്ങൾ യാത്ര ചെയ്ത് വന്നു. അപ്പം നമ്മൾ ഇന്നലെ പ്രയാഗ്രാജിലായിരുന്നു. പ്രയാഗ്രാജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ ഇപ്പം ഞാൻ ഈ വാരണാസിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന ഒരു പ്ലേസിലേക്ക് ഉമ്മച്ചേച്ചിയും ഗൗരിയും എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോണ്ട എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കാലഭൈരവൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. സോ അപ്പം ഞാനും അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് ഈ കാണുന്ന ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പോകുന്ന യാത്രയിൽ ഒരുപാട് നേരം നമുക്ക് ക്യൂ നിൽക്കണം, എന്നിട്ട് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രി ഒരു 10 മണിയോടെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ ഭഗവാന്റെ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ആ പോകുന്ന വഴിയിൽ കുറേ കടകളും അമ്പലങ്ങളും സ്റ്റോൾസും ഒക്കെ ഉണ്ട്. സോ അതെല്ലാം അടിപൊളി. പിന്നെ അവിടെ എന്തൊക്കെയോ ഭഗവാന്റെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ കാണുന്ന കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങൾ, ഇതെല്ലാം രാത്രി ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ക്യൂ നിന്ന് പോകുന്നതുകൊണ്ടാണ് ഇത്രയും സ്ലോലി പോകുന്നത്. പിന്നെ അവിടെ പൂക്കളും ഭഗവാന് ചാർത്താൻ നമുക്ക് മേടിക്കാൻ ഇവിടുന്ന സാധനങ്ങളൊക്കെ. സോ അടിപൊളിയായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഉമ്മച്ചേച്ചി ആരോടും ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഉമ്മച്ചേച്ചിയുടെ ഫ്രണ്ടിനോട്. അപ്പോൾ ഉമ്മച്ചേച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ഉമ്മച്ചേച്ചി ഒരു വാക്ക് പറഞ്ഞായിരുന്നു. സോ ആ ഒരു വാക്ക് കേട്ടിട്ട് ഒരു ചേട്ടൻ തിരിഞ്ഞു നോക്കി. ആ ചേട്ടൻ തിരിഞ്ഞു നോക്കിയിട്ട് ആ ചേട്ടൻ എന്തൊക്കെയോ അവിടെ ചോദിച്ചു. പിന്നെ അവർ തമ്മിൽ സംസാരിച്ച് വന്നപ്പോൾ അവർ ഫ്രണ്ട്സാണ്, അവരുടെ കോളേജിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരായിരുന്നു, ജൂനിയർ എന്തോ ആയിരുന്നു. സോ പിന്നെ അവരൊക്കെ അങ്ങനെ കമ്പനിയായി. ഞാനപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഗൗരിയും ഉമ്മച്ചേച്ചി എന്നോട് പോണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ കൂടെ വന്ന ആ ഒരു പുള്ളി എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, അവിടെ ഞാൻ കൊണ്ടുപോകാം, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഒരേ പ്ലേസിൽ തന്നെയാണ്, ഓരോ സ്ഥലത്താണെന്ന് പറഞ്ഞു. ആ കാണുന്നത് എൻ്റെ സന്തോഷമാണ്, അവിടെ പോകാൻ പറ്റുന്നതിനുള്ള. പിന്നെ ഗൗരീനെ നമ്മൾ കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കി. ഗൗരിക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്കൊക്കെ വന്ന ഒരു കുട്ടിയാണ്. അവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾ ടെൻഷൻ അടിച്ചായിരുന്നു. ഗൗരിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഗൗരിക്ക് അങ്ങനെ ആരെയും പെട്ടെന്ന് ഗൗരി ഞാനും മിണ്ടത്തില്ല. പക്ഷേ ഉമ്മച്ചേച്ചി ഉള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധൈര്യം. എൻ്റെയും ഗൗരിയുടെയും ഒരു എന്താ പറയുക, ഈ ഇത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് ഉമ്മച്ചേച്ചിയുടെ ആ ഒരു ബോൾഡ്നെസ് കാരണമാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മിക്കവരും വന്നിട്ടുണ്ടാവാം. സോ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് നേരം വന്നിരിക്കണം, കുറച്ച് നേരം എനിക്ക് ഇവിടെ എന്താണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്നറിയാൻ ഞാൻ ഇവിടെ വന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും, നമ്മൾ ഈ ഡെഡ് ബോഡീസൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലം കേട്ടോ ഇത്. അവിടെ പോയി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും അവിടെ പോയി പ്രാർത്ഥിച്ചു. സോ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ഒരിക്കലും പോകണം. അവിടെ പോയി സ്പെൻഡ് ചെയ്യണം. ഞങ്ങൾ അവിടെ ഒരുപാട് നേരം ഇരുന്നായിരുന്നു. അവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വളരെ കുഞ്ഞൊരു സ്ഥലത്താണ്, നമ്മൾ കേരളത്തിൻ്റെ വളരെ കുഞ്ഞൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. നമുക്ക് ആ ഒരു ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലർക്കും അറിയുള്ളൂ. പക്ഷേ ജീവിതം അല്ലെങ്കിൽ ഈ ലോകം ഒരുപാട് വലുതാണ്. അത് നമ്മൾ യാത്രകളിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്താൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ശാന്തരാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സൈലൻ്റ് ആവാറുണ്ട്. ഒരുപാട് ഞാൻ സൈലൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. സോ എനിക്ക് അവിടെ പോയി ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിന് കിട്ടിയ ഒരു റിലാക്സേഷൻ, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫീലായിരുന്നു. നമ്മൾ ജീവിതത്തിൽ പോകണം, നമ്മൾ പോയി നമ്മുടെ വിഷമങ്ങളൊന്നും അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊന്നും പ്രശ്നമില്ലടോ, നമ്മളൊക്കെ ഹാപ്പിയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവം തന്നേക്കുന്നതൊക്കെ ഒരുപാട് ഗിഫ്റ്റാണ്. സോ നമ്മൾ ജീവിക്കുന്നതാണെങ്കിലും നമ്മൾ കഴിക്കുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. സോ ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.